നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കിയല്ലോ ഇന്ന്. മാങ്ങാക്കറി ഉണ്ടാക്കണതിന് 2 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ സബോള, പച്ചമുളക്, ഇഞ്ചി. ഇത് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് തിരുമ്മി വെക്കാം കേട്ടോ. ഇത്തിരി ഒരു സ്പൂൺ ഉപ്പിടണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു തിരുമ്മി വെക്കണം. ആദ്യം തന്നെ കുറച്ച് നേരം നമ്മൾ ഇത് തിരുമ്മി അവിടെ വെക്കണം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ കേട്ടോ. തിരുമ്മി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, ഉള്ളിയും നമ്മുടെ ചുമന്ന മുളകില്ലേ അത് 2 എണ്ണം ഇട്ടു. ഇട്ടിട്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ 2 മണിക്കൂർ നേരം വെച്ചില്ലായിരുന്നു മാങ്ങ പരത്തി. അത് ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി തേങ്ങാപ്പാലും കൂടി, 2ാം പാലില്ലേ ആ പാലെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് ഇച്ചിരി നേരം വേവട്ടെ കേട്ടോ. നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. ഓക്കെ, വെന്തണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാലോടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 വേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ ആയിട്ട് ഇനി നമുക്ക് മാങ്ങാക്കറി ഇറക്കി വയ്ക്കാം. എത്ര മതി മാങ്ങാക്കറി.